ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ ഒരു തോട്ട്സ് ഒക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർ ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Knight of Swords, Knight of Wands, Sun energy, Five of Swords, Six of Swords, Devil energy, Strength, Eight of Wands, Two of Swords, Seven of Wands, Star energy, Three of Cups, Ace of Pentacles, Page of Wands, Four of Wands, Ten of Pentacles, World energy, Chariot. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ കറക്റ്റ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട സമയത്ത് അതിന് തയ്യാറാകാതെ കുറച്ച് നല്ല ഈഗോ ഉള്ള പേഴ്സന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടേതായ ഒരു ഈഗോ അല്ലെങ്കിൽ സ്വാർത്ഥതയോടുകൂടി ഇമോഷൻസ് ഉള്ളിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ പല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിന് വാല്യൂ കൊടുത്തിട്ട് ആ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാതെ മാറിപ്പോയ ഒരു വ്യക്തിയാണ്. എന്നാൽ നിലവിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവരിപ്പോ നിങ്ങളുമായിട്ട് ഒരു പക്ഷേ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ കൂടുതലായിട്ടും നമുക്ക് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. നിങ്ങളോട് സംസാരിക്കണം എന്നൊരു ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നിങ്ങളോട് ഒരുപാട് സംസാരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് അവർ നിലവിൽ എന്തായാലും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല. മാറി നിൽക്കുന്ന എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഒരു ഈഗോ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും വൈകാരികപരമായിട്ട് നിങ്ങളോടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ടും വിട്ടുപോകാത്ത ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻസോ കാര്യങ്ങളോ അവർ അന്ന് എടുക്കാതിരുന്നതിൽ ഇന്ന് അവർ ഒരുപാട് വേദനിക്കുന്നതായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാർത്ഥതയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ നിലവിലും ഇവിടെ സ്വാർത്ഥമായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതിയൊക്കെ നിലവിൽ ഇപ്പോഴും അവരുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട്. ഈഗോ പൂർണ്ണമായിട്ടും പോയി എന്നുള്ളതല്ല, പക്ഷെ ആ ഒരു ഈഗോയേക്കാൾ മുകളിലേക്ക് അവരുടെ വൈകാരികപരമായിട്ടുള്ള മനസ്സ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള കണക്ഷൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ കാര്യങ്ങളോ ഒക്കെ നിൽക്കുന്നവരാണെങ്കിലും ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഏത് രീതിയിലാണ് നോക്കി കാണുന്നത് എന്നുള്ളതൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്കിൽ തന്നെ കാണുന്നത് വളരെ നിരാശയോടുകൂടി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നവരാണ്. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു മൂല്യത്തെ അവർ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. അത് തിരിച്ചറിയാതെയാണ് അവർ പല സാഹചര്യങ്ങളിലേക്കും പോയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തടസ്സങ്ങൾ തേർഡ് സിറ്റുവേഷൻ ഒക്കെ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ മറ്റ് വ്യക്തികളുടെ സാന്നിധ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാവാനും സാധ്യതയുണ്ട്. പക്ഷെ എന്തൊക്കെ സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞാലും
അത് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി എത്തുന്നതിന് ഇപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ പോലും വൈകാരികപരമായിട്ട് ഇവർ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ഒരു തിരിച്ചുവരവ് മനസ്സുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹം നിലവിൽ ഇവിടെ നോക്കുവാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ കാണിക്കുന്നുണ്ട്. ഇതുവരെയും അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ചിന്തകൾ മാത്രമായിട്ട് വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ നിലപാടുകൾക്കെല്ലാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് മാറുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ തീരുമാനം കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരുന്നുണ്ട്. കാരണം ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യം സ്വയമേ അവരെ തന്നെ അവർ വേദനിപ്പിക്കുന്നതിന് തുല്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നിൽക്കുന്നതല്ല ഒരു കറണ്ട് എനർജി നോക്കുവാണെങ്കിൽ കിട്ടുന്നത്. മാത്രമല്ല ഈ ഒരു അകൽച്ചയ്ക്കൊക്കെ പൂർണ്ണമായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവന്ന് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മുന്നോട്ടേക്കുള്ള യാത്ര പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയി എന്ന് കരുതിയ ഒരു സമയമൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊരു അവസാനമല്ലായിരിക്കാം. അത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ കുറച്ച് ദേഷ്യം കാര്യങ്ങളൊക്കെ കൂടിയ വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ നിങ്ങളെക്കാൾ ചിലപ്പോൾ ഒരു പടി കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം നിങ്ങൾ. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അകൽച്ചയൊക്കെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ ഒത്തിരി മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാ രീതിയിലും ഒരു റീബർത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ളത് ഇവർ ചിന്തിക്കുകയാണ്. അതോടൊപ്പം നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളെ ഓർക്കുന്ന വ്യക്തികളാണ്. വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വീണ്ടും ഇതിനെ വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെ അവർ ഇപ്പോഴും റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നുണ്ട്. വളരെ പ്രതീക്ഷ അവരുടെ ഉള്ളിൽ ഇപ്പോഴും കാണുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വളരെ അതിശയകരമായ ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ അത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇവരായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളായിരിക്കും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുള്ള ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവർ അങ്ങോട്ടേക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു എനർജി മെയിൻ ആയിട്ട് വന്നിരിക്കുമ്പോൾ അവര് നിങ്ങളെ അങ്ങോട്ടേക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോ ബ്ലോക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങളോട് അങ്ങോട്ട് സംസാരിക്കാതെയൊക്കെ ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിലും വൈകാരികപരമായിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ തല കൊണ്ട് ബുദ്ധിപൂർവ്വം ഭയങ്കരമായിട്ടൊരു ഈഗോ വെച്ചിട്ട് സംസാരിക്കുക അങ്ങനെയല്ല. അവർ ആദ്യ സമയങ്ങളിലൊക്കെ ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഇവർക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ചിന്താഗതികളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ അവരിപ്പോ നോക്കി കാണുന്ന രീതികൾക്ക് വന്നിരിക്കുന്ന മാറ്റം തന്നെ അതിന്റെ കാരണം. അതോടൊപ്പം അവരുടെ ലൈഫിൽ നിങ്ങൾ അവർക്ക് വളരെ വാല്യുബിൾ ആണ് എന്നുള്ളൊരു തിരിച്ചറിവ്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോ ഈ ഒരു സമയത്ത് അടുക്കുവാനുള്ള ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ അവർക്കൊരു പ്രചോദനമാകുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ അവർക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ ഒരു ബാക്ക് സപ്പോർട്ട് ആയിരുന്നിരിക്കാം. അവർക്ക് എന്ത് കാര്യത്തിൽ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിക്ക് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അവരെ. അത് കൂടാതെ മെന്റലി ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ അവർക്ക് മറ്റാരോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും തുറന്നു പറയാനും, അവർക്ക് ദേഷ്യപ്പെടാൻ ആയിക്കൊള്ളട്ടെ, സ്നേഹം കാണിക്കാൻ ആയിക്കൊള്ളട്ടെ, എന്ത് കാര്യത്തിനാണെങ്കിലും അവരുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നിങ്ങൾ. അത്രത്തോളം ഒരു സ്ട്രെങ്ത് ആയിരുന്നു നിങ്ങൾ അവരുടെ ലൈഫിൽ. അത്രയും സ്നേഹം അവർക്ക് നിങ്ങളോടും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അവരോടും ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നീട് എപ്പോഴൊക്കെയാണ് റിലേഷൻഷിപ്പിൽ കുറച്ച് പാളിച്ചകൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ വീണ്ടും ആ ഒരു രീതിയിലേക്ക് തന്നെ അവർക്ക് ഈ ഒരു ബന്ധത്തെ വേണമെന്ന് അവർ ചിന്തിക്കാനുള്ള കാരണം ഇപ്പൊ നിലവിൽ നിങ്ങളുടെ വ്യക്തി കുറച്ച് കാര്യങ്ങളിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരെല്ലാ രീതിയിലും അവരുടെ ലൈഫിൽ നിന്ന് തന്നെ ഒരു ഒളിച്ചോടൽ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്നൊരു ആഗ്രഹം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന എന്തൊക്കെയോ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. അത് മാനസികപരമായിട്ടാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ ഒട്ടും okay അല്ല എന്നുള്ള ഒരു എനർജി അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തില് അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് വീണ്ടും അടുക്കുന്നത് നിങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പൊ അവരൊരു സ്ട്രഗിളിങ് സിറ്റുവേഷനിലൂടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ ഒന്ന് പൊട്ടിത്തെറിക്കാൻ ആയിക്കൊള്ളട്ടെ, അവരുടെ ഇമോഷൻസ് ഒന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു കരച്ചിലോ അല്ലെങ്കിൽ സ്നേഹമോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇമോഷൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അതിപ്പോ ഒരു വാക്കുകളാണെന്നുണ്ടെങ്കിലും ഒരു ചേർത്ത് നിർത്തലാണെന്നുണ്ടെങ്കിലും അവർക്കത് ഭയങ്കര വാല്യുബിൾ ആയിട്ട് അവരോട് ഓർത്തെടുക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഓർമ്മകൾ അവർക്ക് വരുമ്പോഴാണ് അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്തയും അവരെ വേദനിപ്പിക്കുന്നത്. അപ്പൊ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും മനസ്സ് കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതിരുന്ന വ്യക്തികളൊക്കെ ആയിരുന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ആ പൂർണ്ണമായിട്ട് അവരുടെ ഹൃദയം നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വെളിച്ചം പകരണം. പൂർണ്ണമായിട്ടും ഇപ്പൊ അസ്തമിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഇരുണ്ട് അടഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഒരുപാട് പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, സ്ട്രഗിളിങ്സ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇതൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവരായിട്ടാണെന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും തരാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു യാത്ര, നിങ്ങളിലേക്കുള്ള ഒരു തിരിച്ചു യാത്ര, അത് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വൈകാരികപരമായിട്ട് തന്നെ അവരുടെ ഈഗോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്ത് വില കൊടുത്തിട്ടും നിങ്ങളെ നേടണം എന്നൊരു ആഗ്രഹത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനു വേണ്ടി എന്ത് ചെയ്യാനും അവരിപ്പോൾ തയ്യാറാണ്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം, അതും അവരുടെ ഒരു സ്വാർത്ഥതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രെഡിൽ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അവരുടെ സ്വാർത്ഥമായ ഒരു ആഗ്രഹം തന്നെയാണത്. അപ്പൊ അവരുടെ ഒരു സ്വകാര്യ സന്തോഷം എന്നുള്ള രീതിക്ക് അവർ നിങ്ങളെ കാണുന്നുണ്ട്. സ്വകാര്യ സന്തോഷം എന്ന് പറയുമ്പോൾ അവർ ഒറ്റക്ക് ഒരുപാട് എൻജോയ് ചെയ്യുന്ന നിമിഷങ്ങൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് മനസ്സിൽ വരുന്ന ഫീലിങ്സ് അത് എങ്ങനെ എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി അല്ല. നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം, അവർക്ക് അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടിട്ട് എല്ലാവരോടും അങ്ങനെ അവർ ഷെയർ ചെയ്യില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കെയറിങ് എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ സന്തോഷമായിട്ട് തന്നെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ നിങ്ങളുടെ പേഴ്സൺ സ്വാർത്ഥതയൊക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് മറ്റാരെങ്കിലും മിണ്ടുന്നതോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കുറച്ചധികം ഈഗോ ആണ് അവർക്ക് ആ ഒരു കാര്യത്തിൽ. ചിലപ്പോൾ നിങ്ങൾ ഇവരെക്കാളും കുറച്ചുകൂടെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറച്ച് മുൻപന്തിയിലായിരിക്കാം. അപ്പൊ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ കൂടുതലായിട്ട് മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ അതൊരു ജലസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയാണ് അവരുടേതായ ഒരു സ്വകാര്യ സന്തോഷമാണെന്നുള്ള രീതിക്ക് മുന്നോട്ടേക്ക് വന്നത്. പക്ഷെ എവിടെയൊക്കെയോ വെച്ച് അതിനൊരു പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് correct ആണ് ഈ ഒരു spread ല്. പക്ഷെ ഇപ്പോഴും വീണ്ടും അതേ രീതിയിൽ തന്നെ relationship നെ വീണ്ടെടുക്കണം എന്നൊരു ആഗ്രഹമാണ് ഇവരിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവരിപ്പോ emotions ഒന്നും express ചെയ്ത് കാണിക്കാതെയൊക്കെ ഇപ്പോഴും ഒരു contact കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയമാണെങ്കിലും മനസ്സുകൊണ്ട് ഈ relationship നെ തിരിച്ചു പിടിക്കാനുള്ള ഒരു planning നിങ്ങളുടെ വ്യക്തിയിലൂടെ കാണിക്കുന്നുണ്ട്. സ്വയം നിയന്ത്രിക്കുക, ആത്മനിയന്ത്രണം, എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ തന്നെ അവർ സ്വയം heal ചെയ്യുന്നുണ്ട്. അവരുടെ ക്യാരക്ടറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് നൽകണം എന്നുള്ള ആഗ്രഹവും വരുന്നുണ്ട്. സന്തോഷകരമായ ഒരു പരിസമാപ്തി ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. സന്തോഷകരമായ പരിസമാപ്തി എന്ന് പറയുമ്പോഴേക്കും മുന്നോട്ടേക്കുള്ള ജേർണി എന്ന് പറയുന്നത് പകുതി വെച്ചിട്ട് ഇട്ടിട്ട് പോകാത്ത രീതിയിൽ ലോങ് ടേം ആയിട്ട് തന്നെ കൊണ്ടുപോവുക, അങ്ങനെ ഒരു ഇന്റൻഷൻ ആണ് നിലവിൽ ഇവരിൽ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവരിപ്പോ ചിന്തിക്കുന്നത് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരായിട്ട് എന്തായാലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറല്ല. അവർക്ക് നിങ്ങളെ എന്താണെങ്കിലും വേണം. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിലെ ഒരു പാർട്ടായിട്ട് തന്നെ നിങ്ങൾ എന്നെന്നും ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം. അതിന് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ കാര്യങ്ങളോ മുന്നോട്ടേക്ക് പോകുമ്പോൾ വരികയാണെങ്കിൽ തന്നെ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഇവർ തയ്യാറാണ്. അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ഒരു മനസ്സ് അത് ഇവർക്കുണ്ട്. അങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവരിപ്പോ നോക്കിക്കാണുന്നത്. ഓരോ നിമിഷവും അവരിപ്പോ മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ ഇവരെക്കാൾ കുറച്ച് കൂടുതലായിട്ടുള്ള കാണാനുള്ള സൗന്ദര്യമൊക്കെ നിങ്ങൾക്കായിരിക്കാം. അപ്പൊ അങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസിനൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഇവരെക്കാളും ഒരുപടി മുന്നിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലൊക്കെ ഇവര് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവുന്നതായിട്ട് ഇവിടെ കാണാം. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സെലിബ്രേഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹം. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു സെലിബ്രേഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചിലപ്പോൾ കണക്ട് ചെയ്യാൻ സാധിക്കും. മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പ് ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിട്ടൊക്കെ പോയിട്ട് കട്ടായി പോയൊരു ബന്ധമൊക്കെ ആണെങ്കിൽ വീണ്ടും അതിനെ ഒന്ന് റീബർത്തിലേക്ക് കൊണ്ടുവരിക, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നല്ല രീതിക്ക് ഒന്ന് ഉണർത്തി കൊണ്ടുവരണം. അങ്ങനെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹമില്ല. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് കുറച്ചധികം വലുതാണ്. അത് അവർ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തോ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയ സമയത്തോ ഒന്നും കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നിലവിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ആരെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും കൂടുതലായിട്ട്
സിറ്റുവേഷൻസ് വെച്ച് കമ്പാരിസൺ നടത്തുകയുള്ളൂ. അത് തന്നെ നിങ്ങളുടെ വ്യക്തിയും നടത്തിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് നിങ്ങളെ വേണമെന്നൊരു ആഗ്രഹം. അതുപോലെ അവർ നിങ്ങളിലേക്ക് അടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വെറുതെ ഒരു ആഗ്രഹമോ അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസോ മാത്രമല്ല. ഒരു പ്രശ്നം വന്നിരുന്നത് കൊണ്ടിട്ട് മാത്രം ചിന്തിക്കുന്നവരല്ല. അവർ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഓരോ യാത്രയിലും അല്ലെങ്കിൽ ആ ഓരോ നിമിഷത്തിലും നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാണ്. അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ അത്രത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ബാക്ക് സപ്പോർട്ട് ആയിരുന്നു നിങ്ങൾ. നിങ്ങൾ അവരുടെ കൂടെയുള്ള ഓരോ നിമിഷവും ഇപ്പൊ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാലും അതിലെല്ലാം അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വന്നാലും നിങ്ങളുടെ പ്രസൻസ് അവരിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അവർ ഓക്കെ ആവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ. അതൊരു പക്ഷെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. കാരണം ഇവർ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഒരു എക്സ്പ്രസ് ചെയ്യുന്ന രീതിയല്ല. പക്ഷെ അവർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രധാന കാരണം അവർക്ക് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചടുക്കുന്നതിന് പ്രചോദനമാകുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സന്തോഷകരമായ രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സക്സസിലേക്ക് വീണ്ടും കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ഒരു പ്രകാശമായിട്ട് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ നിലനിർത്താനും വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് തെറ്റിദ്ധാരണകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ പറഞ്ഞു തീർക്കാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തു നിന്നുള്ള മറ്റു വ്യക്തികളുടെയൊക്കെ സാന്നിധ്യം വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ ഒന്നിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ശത്രുക്കളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നിലവിൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കോംപ്രമൈസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തികളുടെ ഒന്നും സഹായം ഇല്ലാതെ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അവർ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇവരുടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ ബന്ധം അറിയാവുന്ന മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരോടും ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അവരിതെല്ലാം സ്വയം ഹോൾഡ് ചെയ്യാണ്. സ്വന്തമായിട്ട് തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ റിസ്ക് എടുക്കുക. റിസ്ക് എന്ന് പറയുമ്പോഴേക്കും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. നിങ്ങൾ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അതെല്ലാം സ്വന്തമായിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്താൽ മതി, മറ്റാരുടെയും സഹായമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഒരു പക്ഷേ ആ ഒരു പഴയ ബോണ്ടിങ് കാര്യങ്ങളൊക്കെ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ പറ്റിയിട്ടാണ് റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വീണത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഭയങ്കര വഴക്കുകളോ കാര്യങ്ങളോ തന്നെ ആവണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴേക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ സൈലന്റ് ആയിട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കും. ഭയങ്കര വഴക്കുകളൊന്നും ഉണ്ടാവാനും സാധ്യതയില്ല. ഒരു ഈഗോ വെച്ചിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരുന്നപ്പോൾ എന്നാൽ ഞാനും അങ്ങോട്ടേക്ക് ഇനി ഒന്നും കാണിക്കുന്നില്ല എന്നൊരു മെന്റാലിറ്റിയിൽ ചിലപ്പോൾ ഇരിക്കാൻ സാധ്യതകളുണ്ട്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നിലവിൽ എന്തായാലും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ കാണിക്കുന്നത്. അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ അവർ നോക്കി കാണുന്ന രീതി എന്ന് പറയുന്നതാണെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു കോംപ്രമൈസ് വേണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പരിസമാപ്തി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ രീതിയിലുള്ള ഹാപ്പിനെസ് വീണ്ടെടുക്കുക എന്നൊരു ആഗ്രഹവും വരുന്നുണ്ട്. ഒരു നഷ്ടബോധം ഒക്കെ തോന്നുന്ന ഒരു എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കുറ്റബോധം മാത്രമല്ല നഷ്ടബോധവും അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ വൈകാരികപരമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിലവിൽ ഇപ്പൊ എന്തായാലും ഹൃദയമൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഒരു ഈഗോ ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം വേദനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ ഈഗോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് അവർ ഇമോഷണലി അങ്ങനെ വീക്ക് ആവില്ല. അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. എന്ന് വെച്ച് അവർ ഭീകരന്മാര് എന്നുള്ള മീനിങ് അല്ല. അപ്പൊ നിലവിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചൊരു ഈഗോ കോംപ്ലക്സ് ഒക്കെ കൂടുതലായിരുന്നവരായതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായ സ്നേഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കറിയാം, എങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടായിരിക്കും. ഇവർക്ക് ശരിക്കും നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പലപ്പോഴും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും.
അതിന്റെ ഒരു കാരണം അവരുടെ ആ ഒരു ക്യാരക്ടറിന്റെ തന്നെയാണ്. പക്ഷെ നിലവിൽ എന്തായാലും അതിലൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കുറേശ്ശെ പുറത്തേക്ക് ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബിഹേവിയറിലൊക്കെ ചെറിയ രീതിക്ക് അവർ തന്നെ ചേഞ്ച് കൊണ്ടുവരികയാണ്. കാരണം ഇങ്ങനെ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാതെ അതിനെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് കാര്യമില്ല, എങ്ങോട്ടും എത്തില്ല. ബന്ധം മാത്രമല്ല എത്തുന്നത്, നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്കും എങ്ങോട്ടും എത്താൻ സാധിക്കില്ല, നിന്നടുത്ത് തന്നെ നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ക്യാരക്ടറിനെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ചെറിയ ചെറിയ ചേഞ്ചുകൾക്ക് സ്വയമേ ആഗ്രഹിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ആ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. നമുക്ക് റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. ബാംഗ്ലൂർ എന്ന് വന്നിട്ടുണ്ട്. ജാനുവരി മന്ത്. എസ് എന്നൊരു ലെറ്റർ. മെയ് മന്ത്. വയനാട്. 30 ഡേയ്സ് കാണിക്കുന്നുണ്ട്, 30 ദിവസം. 1993 ചിത്തിര. മെയ് മന്ത് അഗൈൻ വന്നിട്ടുണ്ട്, കാലിക്കറ്റ്. മകം എന്നൊരു സ്റ്റാർ. 1982 4 എന്നൊരു നമ്പർ, കാർത്തിക. 35 ഉത്രം. ഡിസംബർ മന്ത്. ബി എന്നൊരു ലെറ്റർ, പൂരം. അനിഴം എന്നൊരു സ്റ്റാർ. 25 44 ഏപ്രിൽ എന്നൊരു മന്ത് ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ക്യാരക്ടർ എനർജീസ് എല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.